ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത് സ്റ്റാൻഡേർഡിലെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള അനിത നായരുടെ ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറിയും കാര്യങ്ങളും എല്ലാം നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് നോക്കിയാലോ. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അനിത നായർ കേരളത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുവാണ്. ഓക്കെ, ഫ്ലൈറ്റിലാണ് വരുന്നത്. ആ ഒരു സമയത്ത് ശക്തമായിട്ടുള്ള ഒരു ടർബുലൻസ് അനുഭവപ്പെടുകയാണ്. ടർബുലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇളക്കം, അതായത് നല്ല കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് ഒന്ന് കുലുങ്ങാണ്. ആ ഒരു ടൈമിൽ ഫ്ലൈറ്റിലുള്ള എല്ലാ ആളുകളും ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്, പേടിച്ച് മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നരേറ്റർക്ക് മാത്രം എന്താണ്, ഒരു പേടിയും കാര്യമൊന്നുമില്ല. അവരെന്താണ്, ഭയങ്കര ആവേശത്തിലാണ് നിൽക്കുന്നത്. കാരണം എന്താണ്, ഈ കാറ്റിന്റെ ഒക്കെ ഈ ഒരു കളികൾ കാണുന്ന സമയത്ത് മൺസൂണ് അടുത്തിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണല്ലോ വരുന്നത്. കാറ്റടിച്ചാൽ എന്താണ്, ഒരു മഴക്കുള്ളൊരു കോൾ ഉണ്ടെന്ന് നമ്മൾ പറയും അല്ലെ. അതുപോലെ വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ എന്താണ്, അവിടെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന യാത്രക്കാരൊക്കെ ഉണ്ട്. അവര് ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മളെ നരേറ്റർ മാത്രം എന്താണ്, മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പച്ചപ്പിനൊക്കെ പേര് കേട്ട കേരളത്തില് ഇത്തവണ മഴ എന്താണ് വൈകുന്നത് എന്നൊക്കെയാണ് നമ്മളെ നരേറ്റർ അത്ഭുതപ്പെടുന്നത്. അപ്പൊ നരേറ്റർക്ക് മാത്രം പേടിയില്ല, ബാക്കി എല്ലാവരും എന്താണ്, പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം 2018 ഭീകരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മിപ്പിക്കല് എല്ലാവരിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും ഭയത്തോടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഈ ഒരു കാറ്റിന്റെ ചലനം എന്താണ്, മഴയുടെ വരവ് നന്നായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നരേറ്റർ എന്താണ്, നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ 6 ആഴ്ചയായിട്ട് അവരെന്താണ്, മൺസൂണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ എല്ലാ ദിവസവും വീട്ടിൽ വിളിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് സ്ഥിരം ചോദ്യമാണ്, അമ്മേ അവിടെ മഴ പെയ്യലുണ്ടോ? എല്ലാ സമയം വിളിക്കുമ്പോഴും ഇതാ ചോദിക്കുക, അമ്മേ അവിടെ മഴ പെയ്യലുണ്ടോ എന്നുള്ളത്. കർക്കിടകത്തിലൊക്കെ നല്ല മഴ പെയ്യുന്ന സമയമാണല്ലേ. കർക്കിടകത്തിന്റെ ആദ്യ ദിവസമായിട്ടുള്ള ജൂലൈ 17 കനത്ത മഴ പെയ്യണമായിരുന്നു. പക്ഷെ എന്താണ്, അവിടെ ഒരു ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ, ഒരു മടിച്ചുള്ള ഒരു മഴ മാത്രമേ പെയ്തിട്ടുള്ളൂ. അതിനുശേഷം എന്താണ്, സൂര്യൻ വരുവാണ്. അപ്പോൾ അമ്മയ്ക്കും ആശങ്കയുണ്ട്, അമ്മയ്ക്കും എന്താണ്, ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴ എവിടെ പോയി എന്നുള്ള ഒരു കാര്യം. പക്ഷെ എന്താണ്, മഴ പെയ്യുന്നില്ല. മഴ ഇങ്ങനെ മടിച്ച് മാത്രമേ മഴ പെയ്യുന്നുള്ളൂ. അനിത നായരുടെ ഗ്രാമമായിട്ടുള്ള മുണ്ടക്കോട്ട് കുറുശ്ശേരിയിലും എന്താണ്, കടുത്ത വരൾച്ചയാണ്, മഴ കിട്ടാത്തതുകൊണ്ട്. ഈ കിണറുകളും കനാലുകളും വയലുകളും ഒക്കെ എന്താണ്, ഉണങ്ങിക്കിടക്കാണ്. സാധാരണ ജൂണിൽ എത്തുന്ന ഈ ഒരു മഴ ഉണ്ടല്ലോ, ഈ ഒരു വർഷം എന്താണ് വരാതെ പോയി. കാലാവസ്ഥാ വകുപ്പൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മൺസൂണ് എവിടെ കുടുങ്ങിയതാ, മാലദ്വീപില് കുടുങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. വെള്ളമില്ലാത്തതിന്റെ ആ ഒരു ദുരിതവും ചെലവുകളും അതുപോലെ തന്നെ ഗ്രാമവാസികളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, മഴയില്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ. ആകാശം എന്താണ്, ചാരനിറമായിട്ട് വരും, പക്ഷെ എന്താണ്, മഴ പെയ്യില്ല. നമ്മൾ പറയും മഴക്കോളുണ്ട് പക്ഷെ മഴയില്ല, അതേ അവസ്ഥയാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, അവർക്കിത് സഹിക്കാനേ പറ്റുന്നില്ല. ഭയങ്കര ഒരു നിരാശയൊക്കെയാണ് ഉള്ളത്. അനിത നായർ അവരുടെ 85 ഓൾഡ് ആയിട്ടുള്ള അങ്കിളിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്ന് പറഞ്ഞാൽ മൺസൂണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ് പഴയ മഴ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര പച്ചപ്പും കാര്യങ്ങളും നല്ല തണുപ്പും എല്ലാം ഉള്ള അടിപൊളി മഴയായിരുന്നു. അവരിങ്ങനെ ചിന്തിക്കുകയാണത്. ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് എന്താണ്, പാറകളൊക്കെ ഇങ്ങനെ പച്ച വിരിച്ച, അതായത് ഇപ്പോഴും മഴ വന്നിക്കുകയാണെങ്കിൽ എന്താണ്, പായലും പൂപ്പലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പാറകളൊക്കെ നല്ല പച്ച നിറത്തിലാണ് ഉണ്ടാവുക. കാരണം അവിടെയൊക്കെ പുല്ല് മുളച്ചിട്ടുണ്ടാവും, പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അതൊന്നും ഇപ്പം കാണാനില്ല എന്നാണ് അവരിങ്ങനെ ചർച്ച ചെയ്യുന്നത്. അങ്കിള് പറയുന്നത് ഇന്നത്തെ മഴേനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല എന്നാണ്. കാരണം സമയം തെറ്റിയാണ് പെയ്യുന്നത്, ചില സമയത്ത് പെയ്യാതിരിക്കുന്നു, ചില സമയത്ത് എന്താണ്, മഴക്കോളുണ്ടാവും പക്ഷെ എന്താണ്, മഴ പെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി അവര് ബെഡിൽ കിടക്കുന്ന സമയത്ത് അവരിങ്ങനെ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ എന്താണ്, ഒരു ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, മഴയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി എന്താണ്, മഴ പെയ്യാണ്. മഴ പെയ്യുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആണ്. അവരിങ്ങനെ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല്, മൺസൂണ് അവളെ തേടി വന്ന പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. മഴയുടെ ആ ഒരു ശബ്ദവും അവരെന്താണ്, ആഴത്തിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാത്തിരുന്ന് കിട്ടുമ്പോ ഒരു സുഖമല്ലേ, ആ ഒരു സുഖം അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു കപ്പ് ചായയായി അവളെന്താണ് വരാന്തയിലിരുന്ന് മഴയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മഴയെ ഒരു എന്താ അപൂർവ പക്ഷിയെ പോലെയാണ് നോക്കുന്നത്. ഒന്ന് ശ്വാസം വിട്ടാൽ പോലും അത് പറന്ന് കളയുമോ എന്നുള്ള ആ ഒരു പേടി. അതായത് നമ്മളിപ്പോ പക്ഷികളെ പറ്റി നമുക്കറിയാലേ, ചെറിയ ഇളക്കം തട്ടിയാല് അത് പോവും. അതുപോലെയാണ് മഴയും. എപ്പോഴാ പോവാന്ന് ആർക്കും ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പേടിയും കൂടെ അവർക്ക് ഉണ്ട്. ഓരോ മഴത്തുള്ളിയിലും എന്താണ് പല കഥകളും പഠനങ്ങളും പലതും ഉണ്ട് ല്ലേ. അത്ഭുതം പോലെ തോന്നുന്നുണ്ട് അവൾക്ക്. മഴ എന്താണ് അവൾക്ക് ഭയങ്കരായിട്ടുള്ളൊരു സമാധാനം കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു ചാപ്റ്റർ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മഴന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ല്ലേ. നമുക്കിങ്ങനെ പേജ് മറിച്ചാൽ അറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ആ ആക്ടിവിറ്റീസ് എല്ലാം noteBuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.